ഈ വീഡിയോയിൽ ഫുൾ ആൻഡ് ഫുൾ നമ്മൾ ഇസ്രായേലിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഇസ്രായേലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റഫ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ചർച്ചകൾ തുടരെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ US-ഉമായിട്ട് ഇടപെട്ടുകൊണ്ട് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നാളുകളായിട്ട് തന്നെ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാം, ഇതിൻ്റെ സെക്യൂരിറ്റി ഞങ്ങൾ ഉറപ്പുവരുത്താം എന്നുള്ള രീതിയിലുള്ള കൺഫർമേഷൻ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ റഫ ബോർഡറിൽ നിന്ന് ഇസ്രായേലിന്റെ സോൾജേഴ്സ് പൂർണ്ണമായിട്ടും പിന്മാറില്ല, പക്ഷേ അവിടെ ഇവരെ ചെക്ക് ചെയ്യാനും ഇവരെ മോണിറ്റർ ചെയ്യാനും എല്ലാം യൂറോപ്യൻ യൂണിയന്റെ സെക്യൂരിറ്റി വിങ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് ധാരണയായിരിക്കുന്നത്. ഏതാണ്ട് ഏറെക്കുറെ കുറച്ച് സമയത്തിനുള്ളിൽ, അതായത് വെള്ളിയാഴ്ച മിഡ് നൈറ്റ് അഥവാ ശനിയാഴ്ച രാവിലേക്കുള്ളിൽ തന്നെ, ഏതാണ്ട് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു റഫ ബോർഡർ തുറക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന് റഫ ബോർഡറിന്റെ പുറകിൽ, അതായത് റഫ ബോർഡറിന്റെ ഈജിപ്തിന്റെ സൈഡിൽ, ആ സൈഡിൽ നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരട്ടത്താപ്പുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ്. അതിന്റെ ഒരു ഹിപ്പോക്രസി ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കത്തുള്ളൂ. ഈ ഈജിപ്ത് ഇത്രമാത്രം സഹകരണവും ഈ ബോർഡറൊക്കെ തുറന്ന് ഈ രീതിയിലുള്ള ഹെൽപ്പിംഗ് ഹാൻഡ് ഒക്കെ കാണിക്കുന്ന സമയത്ത് ഈ ഒരു ഗസയിലുള്ള ആൾക്കാർക്ക് അവിടെ പോയി ഈജിപ്തിൽ പോയി പണിയെടുക്കാം, തിരിച്ചു വരാം, അങ്ങനത്തെ ഒരു പെർമിഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു ഈജിപ്ത് ഈ ഒരു ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇത് ഒന്നെങ്കിൽ ഗ്ലോബൽ പ്രഷർ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വിവരിക്കാം. അറബ് രാഷ്ട്രങ്ങൾ മൊത്തത്തിൽ ഒരുമിച്ചെടുത്തൊരു തീരുമാനമായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. പക്ഷേ ഈ ബോർഡർ ക്രോസിംഗ്, അതായത് ഈ ഒരു ബോർഡർ തുറക്കുമ്പോൾ എന്താണ് ഇവരുടെ പ്രശ്നം? ഇതിനു മുമ്പും October 7 മുമ്പും ഇസ്രായേലി ഒരു ആക്രമണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ബോർഡർ തുറന്നു തന്നെയല്ലേ ഉണ്ടായിരുന്നത്. അന്ന് ഇവർക്ക് പ്രൊട്ടസ്റ്റ് ഇല്ല. പക്ഷെ ഇന്ന് എന്താണ് പ്രൊട്ടസ്റ്റ്? ഇന്ന് മെയിൻ ആയിട്ട് ഇവർ ഉയർത്തി കാണിക്കുന്ന, ഇവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹോർഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഹോർഡിങ്സിൽ എഴുതിയിരിക്കുന്നതെല്ലാം തന്നെയും ഈ ട്രംപിന്റെ നയം, അതായത് ഈ ഗാസൻസിനെ മാറ്റിപ്പാർപ്പിക്കാം, ഈജിപ്തിനുള്ളിൽ കൊണ്ട് മാറ്റിപ്പാർപ്പിക്കാം, അതേപോലെ സൈനായ് സൈഡിൽ കൊണ്ട് മാറ്റിപ്പാർപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ലോഗനെതിരെയുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എതിർത്തുകൊണ്ടും, അതുപോലെ തന്നെ ഈ ഒരു പാലസ്തീനിയനെ അവർക്ക് വേണ്ട, അതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. ഈ പാലസ്തീനിയനെ ഈജിപ്തിലോട്ട് കയറ്റണ്ട എന്നുള്ളതാണ് അവരുടെ നിലപാട്. പക്ഷെ അവരത് എങ്ങനെയാണ് പ്രൊട്ടസ്റ്റ് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഗാസൻസിനെ മാറ്റിപ്പാർപ്പിക്കേണ്ട, അവരുടെ സ്ഥലം ഗാസയാണ്, അത് അവരുടെ ലാൻഡിന്റെ അവകാശം അവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള നിലയിലാണ് അവർ ഈ ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങിയിരിക്കുന്നത്. ഇതിന് പ്രൊട്ടസ്റ്റിന്റെ കാര്യമല്ലല്ലോ, ഇതിന് പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ആരും അവരെ മാറ്റിപ്പാർപ്പിക്കാൻ ഉടനെ തന്നെ അങ്ങോട്ട് കൊണ്ട് ചെല്ലുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ തന്നെ പ്രൊട്ടസ്റ്റ് തുടങ്ങിയിരിക്കുകയാണ്. ഇത് അവരുടെ ഇരട്ടത്താപ്പ്. കാരണം വേറെ ഒന്നുമില്ല, ഈ ഒരു ഗാസക്കാരെ അവർക്ക് ഈജിപ്തിന്റെ ഉള്ളിൽ വേണ്ട, അത് തന്നെയാണ് അവരുടെ നിലപാട്. പിന്നെ വ്യാഖ്യാനിക്കുന്നവർക്ക് പല രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാം. ഈ പാലസ്തീനികളായിട്ടുള്ള ആൾക്കാരെ അത്രത്തോളം വെൽക്കം ചെയ്യുന്നില്ല മറ്റുള്ള അറബ് രാഷ്ട്രങ്ങൾ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു കീഴ്വഴക്കം വർഷങ്ങളായിട്ട് തന്നെ ഉള്ളതാണ്. പ്രത്യേകിച്ച് ചില പർട്ടിക്കുലർ അറബ് രാഷ്ട്രങ്ങളൊക്കെ ഇവരെ ഒരു പൊതുശല്യമായിട്ടാണ് കരുതുന്നത്. കാരണം അവരുടെ എക്കണോമിക് ലോസ്, അവരുടെ ഫിനാൻഷ്യൽ ലോസ്, പല രീതിയിൽ അവർ ചാരിറ്റി എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് മുടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. പൊതുവിൽ തന്നെ ഇവരെ ആ രീതിയിലാണ് കാണുന്നത്. അതായത് ഒരു അനോണിമസ് എക്കണോമിക് ലോസ്, ഒരു നഷ്ടക്കച്ചവടം, ആ രീതിയിലാണ് ഇവരെ കാണുന്നത്. അപ്പൊ ഇപ്പൊ എന്താണ് റഫ ഗേറ്റ് തുറക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല്, സ്റ്റീവ് വിറ്റ്കോഫ് US envoy ഇസ്രായേലിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പുള്ളി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ട് സംസാരിച്ചു. അപ്പൊ ഈ ഒരു ബന്ദികളെ മോചിപ്പിക്കൽ കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്പീഡപ്പ് ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ 5 തായ്ലാന്റുകാരെ റിലീസ് ചെയ്ത് കിട്ടിയത്. അതും ഈ ഒരു എഗ്രിമെന്റിൽ ഷെഡ്യൂൾ ചെയ്ത പ്രകാരമല്ല, അഡീഷണൽ ആയിട്ടാണ് ഈ ഒരു 5 പേരെ വിട്ടുകൊടുത്തത്. അതുപോലെ തന്നെ ശനിയാഴ്ച വീണ്ടും 3 ബന്ദികളെ കൂടെ വിടാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അഡീഷണൽ ആയിട്ട് ആൾക്കാരെ വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഖത്തറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രഷർ US-ന്റെ ഭാഗത്ത് നിന്ന് ഹമാസിലേക്ക് നല്ല രീതിയിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. അതിലും എസ്പെഷ്യലി ഖത്തറിനും ഈജിപ്തിനും അമേരിക്കയുടെ നല്ല രീതിയിലുള്ള താക്കീത്. അമേരിക്ക ഖത്തറിനെയും ഈജിപ്തിനെയും എടുത്തിട്ട് അമ്മാനമാടുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവരുടെ മേളിൽ നല്ല രീതിയിലുള്ള പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രഷറിന്റെ മേളിലാണ് ഇപ്പൊ ഹമാസ് പൊടുന്നനെ ഇങ്ങനെ ആൾക്കാരെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാർദേൻ ബിബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊച്ചുകുട്ടികളുടെ ഫാദർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയാളും ബന്ദികളുടെ ലിസ്റ്റിലുണ്ട്. അപ്പൊ അയാൾ സാറ്റർഡേ റിലീസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓഫർ കാൽദറോൺ, ഈ ഒരു വ്യക്തിയും കൂടെ ശനിയാഴ്ച റിലീസ് ആവും. അതിന്റെ ഒപ്പം കെയ്ത്ത് സൈഗൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും കൂടെ റിലീസ് ആവുന്നുണ്ട്. ഈ ഒരു 3 വ്യക്തികളാണ് ശനിയാഴ്ച റിലീസ് ആവുന്നത്. അപ്പൊ ഈ അഡീഷണൽ റിലീസുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റഫ ഗേറ്റ് നേരത്തെ തുറക്കാം എന്നുള്ള നിലയിലുള്ള ഒരു നിലപാട് ഇസ്രായേൽ എടുത്തിരിക്കുന്നത്. ഗസയ്ക്കുള്ളിൽ ഒരു UG സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി അവിടെ ഒരു സെക്യൂരിറ്റി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തുകൊണ്ട്, ഒരു അമേരിക്കൻ കമ്പനിയാണ്. ഈ കമ്പനിയെ ചൊല്ലി ഒരു റോയിട്ടേഴ്സ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനകത്ത് എക്സ് എംപ്ലോയീസ് ആയിട്ടുള്ള US വെറ്റേറൻസ് അവർ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇവർക്കും
ഇസ്രായേലിന് നല്ല കണക്ടിവിറ്റി ഉണ്ട്, നല്ല റാപ്പോ ഉണ്ട്. ഇതിൽ പല ആൾക്കാരും ഇസ്രായേൽ IDF-ന് നല്ല രീതിയിലുള്ള കണക്ഷൻ ഉണ്ട്. ഇത് മൊസാദിന്റെ ഒരു പ്ലാൻ ആണെന്നാണ് പറയപ്പെടുന്നത്. എനിവേ, ഇത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വന്നതിന് ശേഷം അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് IDF തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ സെക്യൂരിറ്റി വിങ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അത്രേ ഉള്ളൂ. ട്രംപ് എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ അതിലൊരു ജൂവിഷ് റെപ്രസെന്റേറ്റീവുമായിട്ട് ഇന്നും വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പുള്ളി പറഞ്ഞിരിക്കുന്നത് 4 രാജ്യങ്ങളാണ് ഓപ്ഷനിൽ എടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു ഗാസൻസിനെ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 സ്ഥലങ്ങളാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈജിപ്ത്, ജോർദാൻ, അവർക്ക് വേണമെങ്കിൽ ആ തൊട്ടടുത്ത രാജ്യങ്ങളിൽ പോയി താമസിച്ചിട്ട് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു നിയർ ബൈ സ്ഥലങ്ങളിൽ തന്നെ താമസിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറെയും 2 ഓപ്ഷൻ തരുന്നുണ്ട്. അതിലൊന്ന് ഇന്തോനേഷ്യ, പിന്നെ ഒന്ന് അൽബേനിയ. ഈ 2 രാജ്യങ്ങളെയും കൂടെ ഇപ്പം അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിട്ട് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രഷർ അറബ് രാഷ്ട്രങ്ങളുടെ മേളിൽ വരുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്പെഷ്യലി ഖത്തർ, ഈജിപ്ത്, സൗദി അറേബ്യയൊക്കെ സ്പീച്ച്ലെസ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ട്രംപിന്റെ ഈ ഒരു നിലപാട്. ട്രംപ് പൊസിഷനിൽ കയറിയിട്ട് ഒരു 100 ദിവസമെങ്കിലും എടുക്കും ഇങ്ങനെ ഗസയുടെ മേളിൽ ഒരു സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയാണ് ഈ അറബ് രാഷ്ട്രങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ട്രംപ് കയറി ഉടനെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, UNRWA ആയിക്കോട്ടെ, പല ഫണ്ടുകളും നിർത്തുന്നു, പല തീവ്രവാദ ഫണ്ടുകളും നിർത്തുകയാണ്. അതുപോലെ തന്നെ ഗാസയും ഉടനെ മാറ്റി പാർപ്പിക്കണം എന്ന് പറയുന്നു. ഈ പല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് ട്രംപിന്റെ സൈഡിൽ നിന്ന് വരുന്നത്. ഇത് കണ്ട് ഈ അറബ് രാഷ്ട്രങ്ങൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഇവർ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ്. കാരണം തീവ്രവാദത്തിനെ കുറിച്ചൊക്കെ പുള്ളി ഒരു 2017 വളരെ വലിയ നല്ലൊരു സ്പീച്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ടും ഇവർ തീവ്രവാദം നിർത്താൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ്. ഇവരെല്ലാം ഈ ഒരു അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒത്തുകൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ തീവ്രവാദത്തിന് ഒരു അറുതി ഉണ്ടാവത്തില്ലേ? ഉറപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ. പക്ഷെ ഇവർ തീരുമാനിക്കണം. ഇവർ തീരുമാനിക്കില്ല. ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന് ഡയറക്റ്റ് ആയിട്ട് ത്രെട്ട് കൊടുത്തിരിക്കുകയാണ്. ത്രെട്ട് എന്ന് പറഞ്ഞാല് ബന്ദികളെ വിട്ടയക്കുമ്പോൾ മാനം മര്യാദയ്ക്ക് വിട്ടയക്കണം, അല്ലാതെ അവരെ ആൾക്കാരുടെ ഇടയിൽ കൂടെ നടത്തിപ്പിക്കുക, സ്റ്റേജ് ഷോ നടത്തുക, ഈ ഹമാസിനെ പ്രശംസിച്ചുള്ള, അതായത് ഹമാസിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറയുക, ഈ രീതിയിലുള്ള പ്രവൃത്തികളൊന്നും പാടില്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ബന്ദികളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവകാരികളായിട്ട് ഡീൽ ചെയ്തവന്മാരെ പുള്ളി ഒരു വൺ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നില്ല, ഞാനവിടെ വെക്കുന്നുണ്ട്, നിങ്ങൾ വായിച്ചോളൂ. ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ IDF ബെക്ക വാലിയിൽ എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് സിറിയ ലെബനാൻ ബോർഡറിൽ വീണ്ടും ഇതേപോലെ ഈ ആയുധങ്ങൾ കടത്താൻ വേണ്ടിയിട്ട് ഈ ഹിസ്ബുള്ള ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഹിസ്ബുള്ളയ്ക്ക് ഏറ്റ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസ് ഫയർ ഇസ്രായേൽ സ്വന്തം നിലയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്തത്. അതായത് ഹിസ്ബുള്ള അടുത്ത് ചോദിച്ചു വെച്ചതൊന്നുമില്ല, സ്വന്തം നിലയ്ക്ക് അമേരിക്കയുമായിട്ട് ഡിസ്കസ് ചെയ്തു. അമേരിക്കയുടെ ഗവൺമെന്റ് ആണ് അവിടെ ഓൾറെഡി ലെബനാനിൽ ഇപ്പോൾ ഉള്ളത്. അപ്പൊ പിന്നെ ലെബനാന്റെ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോളും. പിന്നെ ഹിസ്ബുള്ളയ്ക്ക് എന്താണ് റോൾ അവിടെ? ഹിസ്ബുള്ളയെ ടോട്ടലി തന്നെ അവർക്ക് തന്നെ നാണക്കേടാവുന്ന ഒരു ഏർപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ നെതന്യാഹു ചെയ്തത്. വേറൊന്നുമല്ല, അവരടുത്ത് ഒരു ചോദിക്കലും പറയലൊന്നുമില്ല. ഞങ്ങൾ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് 18-ാം തീയതി വരെ. അതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ഹിസ്ബുള്ളയ്ക്ക്. ഇന്നലെ തന്നെ ഒരു കോൺവോയ്, അതായത് ഒരു ആയുധങ്ങൾ കടത്തിക്കൊണ്ടുള്ള 2-3 വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു കോൺവോയ് സദൻ ലെബനാന്റെ ഭാഗത്ത് കണ്ടെത്തുകയും അതിനെയും ഇസ്രായേൽ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ന് സിറിയ ലെബനാൻ ബോർഡറിൽ ബെക്ക വാലിയുടെ അടുത്ത് ഇതേപോലെ ഒരു ഇൻസിഡന്റ് IDF നോട്ടീസ് ചെയ്യുകയും അവിടെ ഒരു എയർ സ്ട്രൈക്ക് നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഒരു ആക്രമണം നടത്തിയത്. അതുപോലെ US ഒരു എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് സിറിയയ്ക്കുള്ളിൽ. വേറൊന്നും കൊണ്ടല്ല, ഒരു തീവ്രവാദ തലവനെ കണ്ടുകിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനെ പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അറ്റാക്ക് അവിടെ നടത്തിയത്. കൃത്യമായിട്ട് ടാർഗറ്റ് അറ്റാക്ക് ചെയ്ത് പ്രിസൈസ് ആയിട്ട് ആക്രമണം നടത്തി അവനെ വധിച്ചു കളഞ്ഞിരിക്കുകയാണ്. സലാ അൽ സാബിർ എന്ന് പറഞ്ഞ ആ ഒരു തീവ്രവാദിയാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. എന്തായാലും അമേരിക്ക ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്നലെ ഇസ്രായേൽ വിട്ടയച്ച തീവ്രവാദികളിൽ സക്കറിയ അൽ സുബൈദി എന്ന് പറഞ്ഞ ആ ഒരു തീവ്രവാദിയും കൂടെ ഉണ്ട്. പല തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്ക് ഉത്തരവാദിയാണ് ഇയാള്. 2021 ഇവനെ അറസ്റ്റ് ചെയ്തത്. ഇവന് ഹീറോയിക് വെൽക്കം ആണ് റമല്ല ഭാഗത്ത് കിട്ടിയത്. റമല്ല എവിടെയാണ് അറിയാലോ? റമല്ല എന്ന് പറഞ്ഞാൽ പാലസ്തീനിയൻ അതോറിറ്റിയുടെ തലസ്ഥാനമാണ് റമല്ല. റമല്ലയിലാണ് നമ്മളുടെ അബ്ബാസിന്റെ വീട് ഇരിക്കുന്നത്. വീടെന്നല്ല, ബംഗ്ലാവ്. ഇവരെല്ലാം തന്നെ മറ്റേ MB ഐഡിയോളജിയുടെ കീഴിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു സക്കറിയ അൽ സുബൈദി ഹീറോയിക് പരിവേഷത്തോടു കൂടി അവൻ റമല്ലയിലാണ് ചെന്നെത്തിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായ വാണിങ്ങും താക്കീതും ഇസ്രായേൽ കൊടുത്തയച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇവർ കൃത്യമായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവന്മാർക്ക് വേറൊരു രീതിയിലുള്ള ഒരു സെറ്റപ്പും പിന്നെ ഒരു ചോരത്തിളപ്പൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെയും വിടുവായ്ത്തരം പറയും, ഇതുപോലെ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യും. കാരണം ഇതൊരു എൻഡ്ലെസ് പ്രോസസ്സാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അൺലെസ് പൊട്ടിത്തെറിച്ച് മരിക്കുന്നതുവരെ ഈ ഒരു രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അവർ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം അവർക്ക് നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്നലെ 80 വയസ്സുള്ള ഒരു ഗാദി മോസസ് എന്ന് പറഞ്ഞ ഒരു ബന്ദി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഏതാണ്ട് ഒരു 80-81 വയസ്സായി. പുള്ളിയുടെ ഭാര്യ ഇതേ ഒരു ഇൻസിഡന്റിൽ തന്നെ ഒക്ടോബർ 7 ഈ ഒരു തീവ്രവാദികൾ കൊലപ്പെടുത്തിയതാണ്. അത് പുള്ളി ബന്ദിയായിട്ട് പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം അവിടുത്തെ ഏതോ ഒരു ചെറിയ വാർത്തയിലൂടെ അറിഞ്ഞതാണ്. പിന്നെ അപ്പൊ ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി, ഇയാളെ നോക്കി നടത്താൻ വേണ്ടി ഇരുന്ന ഒരു തീവ്രവാദി,
ആ തീവ്രവാദിയാണെങ്കിൽ വളരെ ഇൻഹ്യൂമൻ ബിഹേവിയർ ആണ്. അതുപോലെ ഒരുപാട് ഹ്യൂമിലിയേഷൻസ്, അതുപോലെ അൺഹൈജീൻ ആയിട്ടുള്ള ടോയ്ലറ്ററീസ്, അതുപോലത്തെ കാര്യങ്ങൾ. ഇതേപോലെ തന്നെ ഫുഡിന് വേണ്ടി ഒരുപാട് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 80 വയസ്സാണ് പുള്ളിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഫുഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫുഡിന്റെ നെഗോസിയേഷൻ ആണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. അതുപോലെ സാനിറ്റേഷൻ, അതുപോലെ ഹൈജീൻ, ഈ വക കാര്യങ്ങൾക്ക്. പിന്നെ ഷവർ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ പല രീതിയിലുള്ള നെഗോസിയേഷൻ. പിന്നെ ഇതിന്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ വാർത്തകൾ, അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ ഒരു ബന്ദികളെ വിട്ടു തരണം എന്നുള്ള ഒരു പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുമ്പം അവരെ ടിവിയോ ന്യൂസോ വാർത്തയോ ഒന്നും ഇവർ കാണിക്കത്തില്ല. പക്ഷെ അതേസമയം ഈ ഒരു പ്രൊട്ടസ്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നെസറ്റിലൊക്കെ നടക്കുമ്പോഴത്തേക്കും ഈ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇതിനെ എതിർത്തുകൊണ്ട്, ഇതിനെ ഗണ്ണിച്ചുകൊണ്ട്, അതായത് ഇങ്ങനെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് ശരിക്കും ബന്ദികൾക്ക് എതിരെ വരുന്നതല്ല, തൽക്കാലമുള്ള സിറ്റുവേഷൻസ്, അതായത് തത്സമയമുള്ള സിറ്റുവേഷൻസ് വിലയിരുത്തുന്നതാണ്. ആ വിലയിരുത്തൽ നടക്കുന്നതിനെ ഇവർ റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ന്യൂസ് മാത്രം ഇവരെ കേൾപ്പിക്കും. അത് എന്തുകൊണ്ടാണ്? ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ ഇവരുടെ ഉള്ളിൽ, നിങ്ങളെ ഇങ്ങനെ പിടിച്ചോണ്ട് വന്നിട്ടും നിങ്ങളുടെ ഗവൺമെന്റിന് ഒരു എണ്ണമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു റോങ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഈ ഒരു 80 വയസ്സുകാരൻ വെളിപ്പെടുത്തുന്നത്. അതുപോലെ ഈ സമയം കളയാൻ വേണ്ടിയിട്ട് പുള്ളി ഒരുപാട് ഹോബികൾ അവിടെ ചെയ്യുമായിരുന്നു. അതായത് ടൈലൊക്കെ എണ്ണുമായിരുന്നു, മെഷർമെന്റ് എടുക്കുമായിരുന്നു, വിരൽ വെച്ചൊക്കെ ടൈലിൽ മെഷർമെന്റ് എടുക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാരണം ഈ വയസ്സായ സമയത്ത് ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മാത്സ് പ്രോബ്ലംസ് ഒക്കെ സ്വന്തമേ തന്നെ ചിന്തിച്ച് റിസോൾവ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഒക്കെ പുള്ളി ചെയ്തുകൊണ്ടാണ് പുള്ളി കുറച്ച് ഹെൽത്തി ആയിട്ട് സർവൈവ് ചെയ്തത് അവിടെ. കാര്യം വേറെ ഒന്നുമില്ല, ആദ്യം ഭാര്യ ജീവിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി എത്രയും വേഗം റിലീസായി വരണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഈ ഒരു വൈഫിന്റെ മരണ വാർത്ത കേട്ടതിന് ശേഷം പുള്ളിക്ക് ആ ഒരു റിലീസായി വരണം എന്നുള്ള താല്പര്യം തീരെ ഇല്ലാതായി എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യുക, പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള രീതിയിൽ പുള്ളി ചിന്തിച്ചുകൊണ്ടിരുന്നതായിട്ടാണ് പറയുന്നത്. പിന്നെ അവര് പുസ്തകങ്ങൾ കൊടുത്തു വായിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം പോകുന്നില്ലല്ലോ, അപ്പൊ ഈ പുസ്തകങ്ങൾ കൊടുത്തു. അപ്പൊ പുസ്തകം കൊടുക്കുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് പുസ്തകം കുറെ കൊടുത്തു. അതിനകത്ത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ ഉള്ളടക്കിയ പുസ്തകങ്ങൾ കുറെ വായിക്കാൻ കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ ഖുറാനുമായിട്ട് ബന്ധപ്പെട്ട ഇസ്ലാമിക് പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത് വായിക്കാൻ വേണ്ടിയിട്ട്. അതായത് യഹൂദന് ഇസ്ലാമിക് പുസ്തകങ്ങൾ കൊടുത്ത് വായിക്കാൻ പറഞ്ഞ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഇതുപോലെ എവിടെ ചെന്നാലും ഇവരുടെ ഒരു പഠിപ്പീര്, ഈ ഒരു സ്പ്രെഡിങ് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സ്പ്രെഡ് എങ്ങനെയാലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടന്റ് ഉള്ള വിഷയമായിട്ട് കരുതിക്കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. 80 വയസ്സുകാരനെ ഡോക്ടറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതും എങ്ങനെ പിടിച്ച് റൂമിലേക്ക് അടച്ചിട്ടിട്ട് ബന്ദിയാക്കി കൊണ്ടുവച്ചിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഡോക്ടറിനേറ്റ് ചെയ്യാനുള്ള ഏർപ്പാട്. ഇപ്പൊ ഈ റഫ ഗേറ്റ് തുറക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈജിപ്തുമായിട്ട് ഈ ഒരു ജനങ്ങൾ പോയി വന്ന് ആ ഒരു രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഈജിപ്തിനുള്ള ഒരു ത്രെട്ടാണ് ഇപ്പൊ ഈ റഫ ഗേറ്റ് തുറക്കുന്നത്. റഫ ഗേറ്റ് തുറക്കുന്നതിൽ പല ഉദ്ദേശങ്ങളുണ്ട്. അതൊക്കെ വരുന്ന വീഡിയോസിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.